അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കർത്തൃദാസന്മാർ മുൻപോട്ട് വന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ ഹാളിന്റെ ഉള്ളിലായിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ പകരുന്നത് ഓർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും വാഴ്വുകളും ഇന്ന് പകൽക്കാലം സ്വന്തം പ്രദാനം ചെയ്യുമാറാകണമേ. ശുശ്രൂഷ നിർവഹിക്കുന്ന സ്തുതിക്കുന്നു. ആവശ്യമായ ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന പകൽക്കാലം നൽകുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൾ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പകൽക്കാലം ദൈവസ്ഥലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹവും മംഗളമായി നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. കർത്താവ് കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്ന അവിടുത്തെ ദാസന്മാരെ ആവശ്യമായ ദൈവം കൊണ്ട് നിറയ്ക്കണമേ. വചനത്തിൻ്റെ വാതിൽ തുറന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ കർത്താവ് നൽകി ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ആമേ. ദൈവയാ കർത്താവെ ബലപ്പെടുത്തണമേ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. മഹത്വമെല്ലാം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേ. പകൽക്കാലം നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് നാം കടന്നു വന്നിരിക്കുന്നു. പടിയാട്ടോള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ റെനു ഭവനിൽ GL ജേക്കബിൻ്റെയും മറിയാമ്മ ജേക്കബിൻ്റെയും മകൻ റെനു ജേക്കബും കറ്റാണത്ത് കെ എബ്രഹാമിൻ്റെ മകൾ ടിനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇരുഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്നത്. കറ്റാണത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, ആ ഭാഗത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ GL ജേക്കബിൻ്റെ ഭാഗത്ത് നിന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ അസിസ്റ്റൻ്റ് സൂപ്രണ്ടായിരിക്കുന്ന റവറൻ KJ മാത്യു അവറുകളാണ്. ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശക്തമായി ദൈവവചനത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. ഈ വിവാഹത്തിൻ്റെ ആലോചനകൾ വന്നപ്പോൾ തന്നെ ഈ വിവാഹം നടത്തുവാൻ ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സന്തോഷമായിട്ടത് സ്വീകരിച്ചു. കടന്നു വന്നതിൽ കുടുംബമായി അവർ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അഞ്ചൽ സെക്ഷൻ്റെ പ്രസ്പിറ്റർ PG ദാനിയൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മൂത്തരമേല ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ജോസ് തോമസ് ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബദേൽ ബൈബിൾ കോളേജിലെ ഒരു ടീച്ചറായിരിക്കുന്ന റവറൻ ഫിന്നി ജോർജ് അവറുകൾ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് പടിയാട്ടോള സഭയിലെ മുൻ ശുശ്രൂഷകരായിരിക്കുന്ന PM ഫിലിപ്പ്, മാത്യൂസ് കോശി മുതലായ പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പനിക്കാവിൽ നിന്ന് ടീനയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്ന സഭയുടെ ശുശ്രൂഷനായിരിക്കും പാസ്റ്റർ തോമസ് അബ്രഹാം, നേരത്തെ പ്രാർത്ഥിച്ച പാസ്റ്റർ KJ ജോസഫ്, മറ്റ് കർത്തൃദാസന്മാർ,
എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. വിഷയത്തിനായി ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഞങ്ങൾ റെനുവിൻ്റെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി ഈ ഡിസംബർ 31 മുമ്പ് അവൻ്റെ വിവാഹം നടക്കും. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കാനഡയുടെ പ്രദേശത്തായിരുന്നു 3-4 മാസം. എന്നെ അവിടെ വിളിച്ചറിയിച്ചു. എന്തായാലും എനിക്ക് ഈ വിവാഹത്തിന് സംബന്ധിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം തോന്നി. ഇന്നലെ രാത്രി 2:30-ക്കാണ് നാട്ടിലെത്തിയത്. കാരണം എനിക്ക് ഈ യൗവനക്കാരനെ കുറിച്ച് വളരെ മതിപ്പുണ്ട്. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളേശാൽ തൻ്റെ യൗവനകാലം താനറിഞ്ഞ കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുവാൻ താനെപ്പോഴും ഒരുക്കമുള്ളവനാണ്. എനിക്ക് റെനുവിനെ ഭർത്താവായി ലഭിച്ചത് ഒരു അനുഗ്രഹമാണ്. എൻ്റെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ആദ്യമായി നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞ കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. തുടർന്ന് കൊയർ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ തോമസ് എബ്രഹാം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു അവറുകൾ, ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിപ്പാനായി കടന്നു വന്നിട്ടുള്ള കർത്താവിൽ പ്രസിദ്ധനായ റവറൻഡ് KJ മാത്യു സാർ അവറുകൾ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കർത്തദാസനാണ്. വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് വളരെ പരിചയമുള്ളതായ ഒരു കർത്തദാസനാണ്. ആ ദൈവദാസനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കറ്റാനത്തുനിന്ന് ഞങ്ങളുടെ കൂടെ കടന്നു വന്നിട്ടുള്ളതായ കർത്തദാസന്മാർ, ഈ പ്രദേശത്തുള്ളതായ കർത്തദാസന്മാർ, പ്രായമുള്ളതായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ,
എല്ലാവരെയും ഓർത്തന്നിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ റിനുവിൻ്റെ മാതാപിതാക്കൾ, ടിനിയുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, വാത്സല്യ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന മുഖ്യ അതിഥികളായി ഇന്ന് അവരാണല്ലോ ഉള്ളത്. ആ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ കൊർത്തയാട് IPC ബഥേൽ സഭയിൽ ഒരു അനുഗ്രഹിത കുടുംബമാണ് കൈപ്പള്ളിലെ ബ്രദർ KO ഏബ്രഹാമിൻ്റെ കുടുംബം. എല്ലാ കാര്യങ്ങളിലും വലിയ ആത്മാർത്ഥമായി സഹകരിപ്പാനായിട്ട് ഇടയായി തീരുന്നു. അദ്ദേഹത്തിന് 2 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. മൂത്ത മകളാണ് ഇന്നത്തെ മണവാട്ടി ടിനി. ദൈവത്തിന് സ്തോത്രം. മറ്റേ മകന് ടിനു. ചില വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ KO ഏബ്രഹാമിൻ്റെ സഹധർമ്മിണി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തും ദൈവകൃപയിലും വളർത്തിയെടുക്കുവാൻ അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിച്ചു. പ്രിയ ടിനിമോളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വളരെ സൗമ്യതയോടെ ദൈവകൃപയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാന്യ സഹോദരിയാണ് പ്രിയ ടിനി. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു, പ്രിയ ടിനിമോക്ക് റിനുവിനെ ഭർത്താവായി ലഭിക്കുന്നത് ഏറ്റവും ഭാഗ്യമാണെന്ന്. എനിക്കും തിരിച്ചു പറയുവാനായിട്ടുള്ളത്, പ്രിയ ബ്രദർ റിനുവിനെ ആമേ ദൈവത്തിന് സ്തോത്രം, പ്രിയ ടിനിമോളെ ഭാര്യയായി ലഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ വിദ്യാഭ്യാസം മാന്യമായി ദൈവം കൊടുത്തു. നല്ല ജോലി ദൈവം നൽകി കൊടുത്തു. സൗദി അറേബ്യയിൽ ആമേ ബിസിനസ്സായി അവിടെ ജോലി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഒരു നല്ല കുടുംബ പശ്ചാത്തലത്തിൽ വളർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹം കർത്താവിന്റെ ദാസനുടെ ഓർപ്പിച്ചതുപോലെ എല്ലാവർക്കും മാന്യമായത് ഒന്നാണ്. നിഷ്പാപ യുഗത്തിൽ യഹോവയായ ദൈവമാണ് വിവാഹം സ്ഥാപിപ്പാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ ദാനമായി നൽകുന്നു. അവർ പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവരുടെ ഭാവിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളും സഭാജനങ്ങളും കർത്തദാസന്മാരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിന് വേണ്ടതായ തക്കതുണകളെ ഒരുക്കി തരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അവരുടെ ഭാവിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇരു സഭകളും പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിച്ചു. നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ സ്വയമായി തിരഞ്ഞെടുത്തു പോകുന്ന അനേക അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതെല്ലാം പരാജയത്തിൽ ചെന്ന് അവസാനിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയോട് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ദൈവം ധന്യമാക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഒരു കുടുംബജീവിതം എപ്പോഴും സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഒരു കുടുംബം കൂടെ ഭൂമിയിൽ സംജാതമാകുന്നു എന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇരുവരും തക്ക തുണയായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, മനുഷ്യന്റെ ഏകാന്തത മാറ്റുക. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ തുണയുണ്ടാക്കി കൊടുക്കും. അവന്റെ ഏകാന്തത മാറ്റുവാൻ ദൈവം കുടുംബജീവിതം സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊന്ന്, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന പോലെ കുടുംബമായി ജീവിക്കുവാൻ വിവാഹത്തോടുകൂടെ ദൈവം സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഏറ്റവും മഹനീയമായ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റത്, 4ാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് വംശവർദ്ധനവിന് കർത്താവ് അനുഗ്രഹം നൽകിയപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ച് പെരുകുവി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 4 ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും യഹോവയായ ദൈവം വിവാഹ ജീവിതം, കുടുംബ ജീവിതം സ്ഥാപിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് എന്നോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പല വിഭാഗങ്ങളിൽ നമുക്കറിയാം വിവാഹം വിലക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവ സർവജ്ഞാനിയായ ദൈവത്തെക്കാൾ ജ്ഞാനമുള്ളതാണോ ഈ മനുഷ്യൻ? യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നകന്ന് കണ്ട് തക്കതായ തുണ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് വിവാഹം ആർക്കും മനുഷ്യനായി ആർക്കും വിലക്കുവാൻ കഴിയുന്നതായ ഒന്നല്ല എന്നുള്ളതുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവരുടേതായ കടപ്പാടുകൾ അന്യോന്യം ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത്. അത് കുറച്ച് പ്രായം ചെന്നു നമുക്കറിയാം. ഇവിടെ അനേക വർഷങ്ങളായി കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്നവരുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എന്നായിരിക്കും ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അവരവരുടേതായ കടപ്പാടുകൾ ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത്. നമുക്കറിയാം, അനേക കുടുംബങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായി പഴിയാരി അന്യോന്യം പഴിയാരി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോട് അവരവരുടെ കടപ്പാടുകൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കടപ്പാടുകൾ, രണ്ടുപേരുടെയും കടപ്പാടുകൾ ഏറ്റവും പ്രാധാന്യമുള്ളത് ഒരു ഭർത്താവിന്റെ കടപ്പാട് ഒരു സ്നേഹിക്കുന്ന ഭർത്താവായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിരിക്കേണ്ട കാര്യം അനുസരിക്കുന്ന ഭാര്യയായിരിക്കണം. അപ്പൊ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും അനുസരിക്കുന്ന ഒരു ഭാര്യയുമാണ് ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം ഏറ്റവും ധന്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വളരെ ദൈവഭയത്തോട് ദൈവകൃപയോട് അവരവരുടെ കടപ്പാടുകൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ മാത്രമല്ല, പരസ്പരം രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ പ്രിയപ്പെട്ടവർ അടുത്ത ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അവർ പരസ്പര ഉഭയസമ്മതത്താൽ ഒന്നാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവരുടെ കടപ്പാടുകൾ ഉത്തരവാദിത്വമായി ചെയ്ത് അവർ മുൻപോട്ട് പോയാൽ ഏറ്റവും അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ. ആമേൻ. ഇന്ന് മുതൽ പരസ്പരം അവർ അറിയുവാൻ തുടങ്ങുക. ഇതുവരെ അവർക്ക് അറിയത്തില്ല, എന്നാൽ ഇന്ന് മുതൽ പരസ്പരം അവർ അറിയുവാനായി തുടങ്ങുന്നു. ഒരു കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ അവർ പരസ്പരം അറിയുവാനായിട്ടിടയാകണം. ആമേൻ. മറ്റൊന്ന്, പരസ്പരം ബഹുമാനിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ക്ഷമിക്കുവാനും ആമേൻ ഹല്ലേലൂയ സഹിക്കുവാനും ഒക്കെ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ആ കുടുംബജീവിതം ധന്യമായി തീരുവാൻ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി കുടുംബജീവിതങ്ങൾ തകരുവാൻ, പൊട്ടിത്തെറിക്കുവാൻ. എന്നാൽ അതിന്റെ നടുവിൽ ആമേൻ ക്ഷമിപ്പാനും സഹിപ്പാനും കഴിഞ്ഞാൽ ദൈവം അത്ഭുതകരമായി അതിശയകരമായി കുടുംബത്തെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ആമേൻ. എനിക്ക് മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പാനായിട്ടുള്ളത്, നിങ്ങൾ ഇന്ന് ഇരുവരും ദൈവത്തിന് സ്തോത്രം പ്രാപ്തരായി ആമേ വളർന്നു വലുതായി രണ്ടുപേരും ജോലിയുണ്ട് ആമേ വിവാഹപ്രായമായി ഈ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കിയ മാതാപിതാക്കളെ മറക്കരുത്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യം ഞങ്ങളുടെ സ്വന്തം കാര്യമായി എന്നൊക്കെ പറഞ്ഞ് പലയിടങ്ങളിലും കാണുന്നുണ്ട്. എനിക്ക് വാത്സല്യ കുഞ്ഞുങ്ങളോട് ഒരു അപേക്ഷയുള്ളത്, ഈ വേദിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ഇത്രത്തോളം പ്രാപ്തരാക്കിയത് ഇതിന്റെ പിന്നിൽ കഷ്ടതയും പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ച മാതാപിതാക്കളെ ഒരിക്കലും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവരെ കരുതുവാൻ, അവരെ സ്നേഹിക്കുവാൻ ആമേൻ സാഹചര്യങ്ങളോ ഉന്നതമായ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിച്ചാലും മാതാപിതാക്കളെ മറക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മറ്റൊരു പ്രധാന കാര്യം, ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കും. ആമേൻ. അത് കഴിഞ്ഞേ മറ്റേതൊരു കാര്യത്തിനും പ്രാധാന്യം കൊടുക്കാവൂ. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകിക്കൊടുത്താൽ ആ കുടുംബത്തെ ദൈവം ധന്യമാക്കി അനുഗ്രഹത്തോട് ഓരോ ദിവസവും നടത്തുവാനായിട്ടിടയാകും. തകർന്നു പോകേണ്ട എത്രയോ സ്ഥാനങ്ങളിൽ ആമേൻ ദൈവത്തിൽ ആശ്രയിച്ച് ആമേൻ മുൻപോട്ട് പോയതിന്റെ ഫലമായി, ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുടുംബങ്ങൾ ഇന്നും നിലകൊള്ളുവാൻ ദൈവം ഇടയാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് ഓർമ്മിപ്പാനായിട്ടുള്ളത് പ്രാർത്ഥനാ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ കുടുംബാർത്ഥന പുസ്തകം വായിക്കുന്നുണ്ട്, ഒരു പുതിയ വീട് പണിതാൽ ആമേൻ അതിന് കൈമതിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. അവരവരുടെ കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും നിറവടിയായി ചെയ്ത് മുൻപോട്ട് പോകുവാൻ ആമേൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ആമേൻ മാതാപിതാക്കളെ മറക്കാതെ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ആമേൻ മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാ വിധത്തിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. IPC കുർത്തിയാട് സഭയുടെ എല്ലാ ആശംസകളും ആമേൻ മാവേലിക്കര IPC മാവേലിക്കര ഈസ്റ്റർ സെന്ററിനുള്ളതായ എല്ലാ ആശംസകളും ആമേൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ഒരു സത്യം നമ്മെ ഇത് വിളിച്ചറിയിക്കുന്നു. ഇതൊരു നിഴലാണ്. സാക്ഷാൽ പൊരുളായ ഒരു വിവാഹം ആമേൻ നടക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്വന്തം ആമേ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചു. കുഞ്ഞുങ്ങൾ ആമേ ധൈര്യത്തോട് ആ വലിയ വിവാഹത്തിനായി ആമേ കർത്താത്മമണവാളനായ കർത്താവുമായി ബന്ധപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേ ഞാൻ അതിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ആത്മമണവാളനായ കർത്താവുമായി ഒരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിവാഹ മഹോത്സവം നമുക്ക് വേണ്ടി ശേഷിക്കുന്നു. ആ വിവാഹത്തിനായി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ. അവനെ
തുടർന്ന് കർത്താവിൻ്റെ ദാസൻ റവറൻ KJ മാത്യു ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ആസ്വദിക്കാൻ പോകുകയാണ്. നേരത്തെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നല്ല ഒരു ബൈബിൾ പ്രഭാഷകൻ, ബദേൽ ബൈബിൾ കോളേജിലെ ലെക്ചറർ, അസംബ്ലീസ് ഓഫ് ഗോഡ് കേരളക്കരയിലെ പ്രസ്ഥാനത്തിൻ്റെ അസിസ്റ്റൻ്റ് സൂപ്രണ്ട് എന്നീ നിലകളിൽ സേവനം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തും. അതിനായി ക്ഷണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. കർത്താവിൽ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയുടെ ഈ വേളയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ എനിക്ക് കുടുംബമായിട്ടൊന്ന് വരൻ്റെ മാതാപിതാക്കളുടെ ക്ഷണം സ്വീകരിച്ച് അവസരമുണ്ടായതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും അവരോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനരായ ദൈവദാസന്മാർക്ക് ആരംഭത്തിൽ എൻ്റെ സ്നേഹാദരവുകൾ അർപ്പിക്കുന്നു. പാസ്റ്റർ തോമസ് മാത്യു അസംബ്ലി ഗോഡിൻ്റെ പുടിയാട്ടുകുള സഭയുടെ ശുശ്രൂഷകൻ, അഞ്ചൽ സെക്ഷൻ്റെ മുൻ പ്രസ്ബിറ്റർ, വരൻ്റെ സഭയുടെ പാസ്റ്ററാണല്ലോ അദ്ദേഹം. ദേവദാസൻ ഇന്ന് ആധ്യക്ഷം വഹിച്ച് ശുശ്രൂഷയെ നയിക്കുന്നു. ദേവദാസന് പ്രത്യേകിച്ച് വന്ദനം. അദ്ദേഹം ആ കുടുംബത്തോടും ഈ പ്രിയ യുവാവിനോടുമുള്ള സ്നേഹനിമിത്തമാണല്ലോ ഒരു മാസം കൂടെ കഴിഞ്ഞ നാട്ടിലെത്തേണ്ട താൻ ഈ കഴിഞ്ഞ വെളുപ്പിനെ വന്ന് ഒത്തിരി ബന്ധപ്പാടും അധ്വാനവും ക്ഷീണവും തനിക്കുണ്ടായിട്ടും ഇവിടെ സന്നിഹിതനായിട്ടുള്ളത്. വാസ്തവത്തിൽ ക്യാൻഡായിൽ വെച്ചാണ് പാസ്റ്റർ എന്നെ ഫോണിൽ ഈ വിവാഹത്തെക്കുറിച്ച് വിളിച്ച് ബന്ധപ്പെടുകയും ചെയ്യുന്നത്. പാസ്റ്റർക്ക് പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുന്നു. കർത്താവൻദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോസ് തോമസ് അവറുകൾ അസംബ്ലി ഗോഡ് ഉത്തര മേഖലയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ദേവദാസൻ പൊടിയാട്ടുകുള സഭയിലെ അംഗമാണ്. റെനിയുടെ എനിക്കൊന്ന് വീടിന് തൊട്ട് അടുത്ത വീട്ടിലുള്ള ആളാണ് പാസ്റ്റർ ജോസ് എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. പൊടിയാട്ടുകുള AG സഭ അസംബ്ലി ഗോഡ് സമൂഹത്തിന് വളരെ ആഗ്രഹമാണ്. പ്രധാനപ്പെട്ട ധാരാളം പേര് ആ സഭയിൽ ഉള്ളവർ ഞങ്ങളുടെ സമൂഹത്തിൽ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചു വരുന്നവരുണ്ട്. പാസ്റ്റർ ജോസ് തോമസ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ. പാസ്റ്റർ ഗീവർഗീസ് തോമസ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ആ സഭയുടെ അംഗവും കുണ്ട്ര സെക്ഷൻ്റെ പ്രസ്ബിറ്ററുമാണ്. അതുപോലെ സെൻട്രൽ സ്കൂൾ ഡയറക്ടർ PC തോമസ് സാർ ഇവിടെയുണ്ട്. മുൻ ഡയറക്ടർ ജോരോട്ടി സാറ് വന്നിട്ടുണ്ട്. WMCയുടെ മുൻ പ്രസിഡന്റ് പൊടിമ ടീച്ചർ ഉണ്ട്. ഇവരെല്ലാവരും ഈ ലീഡർഷിപ്പിൽ പൊടിയാട്ടുകുള സഭാംഗങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സമൂഹത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയും